അപ്പോൾ പിശാചി എല്ലാ നിലക്കും മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നതാണ്. ഏതൊക്കെ രൂപത്തിലാണ് പിശാചി ഇടപെടുന്നത്? അതിൽ ഒന്ന്, മനുഷ്യനെ കൊണ്ട് ശിർക്കും കുഫറും ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ഹറാമുകൾ ചെയ്യിപ്പിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളിൽ തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണം കാണാം. സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മദ്യവും ചൂതാട്ടവും ഒക്കെ നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുതയും വെറുപ്പും ഉണ്ടാക്കാൻ വിചാരിക്കുന്നു, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും. ഇപ്രകാരം മനുഷ്യരുടെ നന്മകളിലെല്ലാം തടസ്സമായി നിൽക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയുക. ഇനി ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിലും ഫസാദ് ഉണ്ടാക്കുക, വസ്വാസ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, വ്യഭിചരിക്കുക, കള്ളു കുടിക്കുക തുടങ്ങിയ എല്ലാ തിന്മകൾക്കും പ്രേരിപ്പിക്കുക. അതേപോലെ തന്നെ ഷിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുക, ബിദ്അത്തുകളിലേക്ക് നയിക്കുക. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള എന്തെല്ലാം വഴികളുണ്ടോ നമുക്കറിയാം. സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഒന്ന് തൗഹീദ്, അത് പ്രധാനമാണ്. 2 സുന്നത്തുകളെ പിൻപറ്റൽ, അത് പ്രധാനമാണ്. 3 അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കണം. 4 അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. പക്ഷേ ഇബ്ലീസ് തൗഹീദിൽ നിന്ന് തെറ്റിച്ച് ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകും, സുന്നത്തിൽ നിന്ന് തെറ്റിച്ച് ബിദ്അത്തിലേക്ക് കൊണ്ടുപോകും, ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ അലസതയും മടിയും ഉണ്ടാക്കി അവനെ പിറകോട്ട് വലിക്കും. ഇനി ചെയ്യാൻ ഉദ്ദേശിച്ചാലോ ആ സൽക്കർമ്മങ്ങളെ ഫസാദാക്കുവാനും ഇബ്ലീസ് ശ്രമിക്കും. അതാണ് ഞാൻ അവരുടെ മുന്നിലൂടെയും പിറകിലൂടെയും വലതുഭാഗത്തുകൂടെ ഇടതുഭാഗത്തുകൂടെ ഒക്കെ ചെന്നിട്ട് ഞാൻ അവരുടെ ആരാധനകളെ ഫസാദാക്കും എന്ന് ഇബ്ലീസ് പറഞ്ഞത്. അതുകൊണ്ട് ഇബ്ലീസിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക.